السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ആദരം സ്നേഹം നിറഞ്ഞ ഉസ്താദുകളെ, എൻ്റെ മറ്റു സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ ശുഭവേളയിൽ അവിടത്തെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകളെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നാഥൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവരാവണം. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചവർ മനുഷ്യർ മാത്രമല്ല, ജീവമില്ലാത്ത വസ്തു പോലും അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചു. അതല്ലേ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ ഖുതുബയോദാൻ വേണ്ടി മിമ്പറിൽ കയറുന്ന സമയത്ത് മദീന പള്ളിയാകെ പുറപ്പിച്ചുകൊണ്ട് ഒരു കരച്ചിൽ കേൾക്കുകയാണ്. സ്വഹാബത്താകെ മുഖത്തോട് മുഖം നോക്കി, ആരും കരയുന്നതായി കാണുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മിമ്പറിൽ ഇറങ്ങി ആ പള്ളിയുടെ മൂലയിലുണ്ടായ ഒരു പഴയ മിമ്പറിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് പറയുകയാണ്, നീ കരയല്ല മോനെ. സ്വഹാബത്താകെ ഉടൻ കരയാൻ തുടങ്ങി. കാരണം കരഞ്ഞത് ഒരു മിമ്പറായിരുന്നു. എനിക്ക് എന്റെ മുകളിൽ കയറി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബയോദില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ മിമ്പർ കരഞ്ഞത്. നോക്കൂ സഹോദരന്മാരെ, ജീവമില്ലാത്ത വസ്തു പോലും അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുമ്പോൾ നാം ഒക്കെ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കൽ നിർബന്ധിതരാണ്. മദീനയെ മണൽപ്പരപ്പിൽ മാലോകരുടെ മാനസാന്തരത്തിന്റെ വിപ്ലവത്തിന്റെ ചാർത്തി കൊടുത്ത വിശ്വപ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല എത്രമാത്രം സ്നേഹിച്ചു. ഖുർആനിലൊക്കെ യാ ആദം, യാ ഈസ, യാ മൂസ എന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ ഒരു സ്ഥലത്ത് പോലും യാ മുഹമ്മദ് എന്ന് വിളിച്ചു പറയുന്നില്ല. അത്രയും സ്നേഹമുണ്ടായിരുന്നു അവന്റെ ഹബീബിനോടും. അതുകൊണ്ട് നമ്മൾ എല്ലാവരും അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവരാവണം. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന നല്ല സജ്ജനങ്ങളെ പോലെ നമ്മൾ എല്ലാവരും അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം. ಮುಂದಕ್ಕೆ ಇಂಗ್ಲಿಷ್ ಭಾಷಣ